ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 റൈറ്റിംഗ് ന്യൂസ് സ്റ്റോറീസ് എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ന്യൂസിൽ എന്തൊക്കെ എലമെന്റ്സുകളാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ, എന്തൊക്കെ ഫോർമാറ്റുകളാണ് ഉണ്ടായിരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഹെഡ്ലൈൻ എന്ന് പറയും. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഒരു ടൈറ്റിലിനെയാണ് നമ്മൾ ഹെഡ്ലൈൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു റിപ്പോർട്ടിന്റെ എല്ലാ മെയിൻ പോയിന്റുകളും സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താണോ കാര്യം, എന്താണോ വാർത്തയുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒന്നായിരിക്കും ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹെഡ്ലൈൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ ബാക്കിയുള്ള വാർത്തകൾ വായിക്കണം എന്നുള്ള ടെൻഡൻസി തോന്നാറുള്ളത്. രണ്ടാമതാണ് ബൈലൈൻ എന്ന് പറയും. ബൈലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടേഴ്സിന്റെ നെയിമാണ്. ഏത് റിപ്പോർട്ടറാണ് ഈ വാർത്ത തയ്യാറാക്കുന്നത് അവരുടെ പേര് നൽകുന്നതിനെയാണ് ബൈലൈൻ എന്ന് വിളിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയിരിക്കും. അതായത് ഈ വാർത്ത എഴുതിയിട്ടുള്ള ആളുടെ പേരുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശ്വാസയോഗ്യമായിരിക്കും. തേർഡ് എന്ന് പറയുന്നത് ലീഡാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ്, ഒരു റിപ്പോർട്ടിന്റെ, ഒരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ലീഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ലീഡിൽ വരിക. അതിൽ പ്രധാനമായിട്ടും 5 W's കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. 5 W's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ. അതായത് ആര്, എന്തിന്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അതിൽ കൺസൈസ് ആയിട്ട് ചുരുക്കിക്കൊണ്ട് അതിൽ വിവരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലീഡ് എപ്പോഴും ഒരു റീഡേഴ്സിനെ ഹുക്ക് ചെയ്യും. അതായത് അടുത്തത് വീണ്ടും വായിക്കാനുള്ള ടെൻഡൻസികൾ ഉണ്ടാക്കും. അടുത്തത് ബോഡി എന്നുള്ളതാണ്. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട് എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ലീഡ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് ബോഡി എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ ഡീറ്റെയിൽസുകളൊക്കെ ലീഡ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എക്സ്പാൻഡ് ചെയ്യുന്ന, വിശദീകരിച്ച് പറയുന്ന ഭാഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുക, ബോഡി എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ബോഡിനെ കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. ബോഡി എല്ലാ സമയത്തും ഫോളോ ചെയ്യുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലായിരിക്കും. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ്. ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണാകൃതിയിലാണ്. അത് നേരെ തലതിരിച്ചു വെച്ചതാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കീ ഇൻഫർമേഷൻസ്, ബാക്ക്ഗ്രൗണ്ട്, തുടങ്ങിയുള്ള പല കാര്യങ്ങളും എന്തുണ്ടായിരിക്കും, ആദ്യം നൽകിയിട്ടുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതായത് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്റ്റുകളും സ്റ്റാറ്റിസ്റ്റിക്സുകൾ, കണക്കുകൾ, അല്ലെങ്കിൽ കോട്ടുകൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കോട്ടുകൾ, കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമതായിട്ട് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ലെസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ആണ്. അതായത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അല്ലാത്ത, അതായത് ലെസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ്, അതായത് വളരെ ഇമ്പോർട്ടൻസ് കുറവുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുക. അപ്പൊ ബോഡി എല്ലാ സമയത്തും ഫോളോ ചെയ്യുന്നത് എന്താണ്, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയത് ആദ്യം എഴുതും, പിന്നെ രണ്ടാമതായിട്ട് അഡീഷണൽ കോണ്ടെക്സ്റ്റുകളും ഡീറ്റെയിൽസുകളും പിന്നീട് എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം ലെസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് നൽകും. ഇങ്ങനെയാണ് ബോഡി എഴുതാറുള്ളത്. ഇനി ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക? ബോഡികളിൽ ഫാക്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഫാക്റ്റുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യങ്ങളും റെലവന്റ് ആയിട്ടുള്ള ഡാറ്റാസും. അതായത് ഇപ്പോൾ ഒരു വാർത്ത നമ്മൾ തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഭൂകമ്പം നടന്നു എന്ന് കരുതുക, കേരളത്തിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നു എന്ന് കരുതുക. കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ, അതിന്റെ വ്യാപ്തികൾ എത്രത്തോളമാണ്, എത്ര പേർക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്, വീടുകൾ എത്ര പേർക്ക് നഷ്ടപ്പെട്ടു, തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കണക്ക് വിവരങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫാക്റ്റുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും. അടുത്തത് കോട്ടുകളാണ്. കോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും വിഷയത്തിലെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ പറയുന്ന കാര്യങ്ങളെയാണ് കോട്ടുകൾ എന്ന് പറയാം.
ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വാർത്ത, അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്. എന്തിനാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്തയെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോ ഒരു 10ാം ക്ലാസ് കുട്ടികളുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു അക്രമം കൊണ്ട് ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളല്ല, അക്രമങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരു റിപ്പോർട്ടുകളിൽ കൂടുതലായിട്ട് പറയാറുണ്ട്. അതിനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ എവിടെ നിന്നാണ് പോന്നിട്ടുണ്ടായിരുന്നത്? 4ാമതായിട്ട് ബോഡിയിൽ നിന്നാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി 5ാമത്തതാണ് പറയുന്നത് കോഡ്സ് ആൻഡ് ആട്രിബ്യൂഷൻസ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോഡിയുമായി സംബന്ധിക്കുന്നതാണ്, മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ 5ാമത്തതാണ് കോഡ്സ് ആൻഡ് ആട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. കോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെയാണ് കോട്ടുകൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ക്രെഡിബിലിറ്റി ഉണ്ടാക്കും, കുറച്ചും കൂടി വിശ്വാസയോഗ്യമായിരിക്കും. മാത്രമല്ല ഒരു ആളുകൾക്ക് വിശ്വസിക്കാനും ഒതന്റിസിറ്റി ഒക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സുതാര്യത എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണെന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ കൂടുതലായിട്ടും സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് 6th ആണ് കൺക്ലൂഷൻസ് എന്ന് പറയും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടിന്റെ ഫൈനൽ പീസ് ആണ്. അതായത് അവസാനമായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, കോട്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൺക്ലൂഷൻ. അതായത് ലാസ്റ്റ് ഫൈനൽ പാരഗ്രാഫ് ആയിരിക്കും കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ചില സമയത്ത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിൽ സംഭവിക്കാം എന്നതിനെ കുറിച്ച് കൺക്ലൂഷൻസിൽ എഴുതാറുണ്ട്. അല്ലെങ്കിൽ റീഡേഴ്സിന് എന്തെങ്കിലും തോട്ടുകൾ കൊടുക്കുക, എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ അറ്റാക്കുകൾ, ഹൃദയാഘാതം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പൊ അവസാനമായിട്ട് അതിൽ എഴുതുന്നു, നിങ്ങൾ ഇനിയും വ്യായാമങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരോഗ്യത്തിൽ കടന്നു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യൂ എന്ന് പറഞ്ഞ് കൊണ്ടുള്ള ഒരു വാർത്തയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ 30 ആ വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് വീണ്ടും എക്സസൈസ് ചെയ്യാനുള്ള ടെൻഡൻസികൾ കൂടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കണം കൺക്ലൂഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. 7th പോയിന്റ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. അതായത് കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അതായത് ജേർണലിസ്റ്റുകൾ ഒരു വാർത്ത എഴുതുന്ന ജേർണലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സുകൾ, ലിങ്കുകൾ, സോഴ്സുകൾ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലിങ്കുകൾ, മറ്റേ ഡാറ്റാസ്, വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്, ആ ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 7 കാര്യങ്ങളാണ് ഒരു വാർത്തയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുക. 1ാമത്തെ ഹെഡ്ലൈൻ, 2ാമത്തെ ബൈലൈൻ, 3ാമത്തെ ലീഡ്, 4ാമത്തെ ബോഡി, 5ാമത്തത് കോഡ്സ് ആൻഡ് ആട്രിബ്യൂഷൻ, 6ാമത്തെ കൺക്ലൂഷൻ, 7th വണ്ണാണ് എന്തെന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ന്യൂസ് എഴുതുന്ന രീതിയിൽ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈലാണ് ഫസ്റ്റ് വൺ, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക 3 കാര്യങ്ങളാണ്. മോസ്റ്റ് ന്യൂസ് വർത്തി ഇൻഫോ എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം, അതിലാണ് 5W1H കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. 5W1H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ എന്നുള്ളതാണ്. ഇത് വാർത്ത എഴുതുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാക്കുക. 2ാമത്തത് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ആണ്. മൂന്നാമതായിട്ട് വരുന്നതാണ് other ജനറൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്.
ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ലീഡാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീഡുകൾ എന്ന് പറയുന്നത്. 5W1H എന്ന് പറയുന്നത് അതിൽ സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. ഹൗ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൺസൈസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ടായിരിക്കും. ആദ്യത്തെ 1-2 സെന്റൻസുകളെയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ലീഡുകൾ തയ്യാറാക്കുന്നത്. ലീഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡേഴ്സിനെ അവർക്ക് കുറച്ചും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ലീഡുകൾ തയ്യാറാക്കേണ്ടത്. രണ്ടാമതായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എന്താണ്, സെക്കൻഡ് ആണ് കീ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കീ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള, അതായത് ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷമുള്ള പാരഗ്രാഫുകളെയാണ് കീ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസുകൾ എന്ന് പറയുന്നത്. അതായത് കോണ്ടെക്സ്റ്റുകൾ, സാഹചര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ടുകൾ, എക്സ്പ്ലനേഷൻസ്, അതായത് ഒരു വാർത്തയെ കുറിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള ആഴത്തിലുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഭാഗത്തിനെയാണ് കീ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസുകൾ എന്ന് പറയാം. ഓക്കെ, മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഡബ്ല്യൂസ് അല്ലെങ്കിൽ ഹൗസ് ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ അഡ്രസ് ചെയ്യും. അതായത് 5W1H വീണ്ടും ഇതിൽ അഡ്രസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. മൂന്നാമതായിട്ട് കോഡ്സ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. കോഡ്സ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ, എക്സ്പേർട്ടുകൾ ആയിട്ടുള്ള ആളുകൾ, ഐ വിറ്റ്നസ്സുകളായിട്ടുള്ള ആളുകൾ, ഒഫീഷ്യൽസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തതാണ് എന്തെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിലെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകൾ, അതായത് ലെസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, വളരെ സാധ്യതകൾ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കുറവുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ വീണ്ടും ഇനി ആളുകൾക്ക് ആ വാർത്തയെക്കുറിച്ച് സമ്മർ ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് വാക്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടസ്റ്റുകൾ. അതുപോലെ തന്നെ അതിന്റെ ഒരു വാർത്തയുടെ പിന്നിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ 4 കാര്യങ്ങളാണ് എന്ത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക. ഇനിയാണ് നമ്മൾ ഏതിനെ കുറിച്ച് പഠിക്കേണ്ടത്, ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാം, ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റീഡർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ പാരഗ്രാഫ് ലീഡാണ്, 5W1H എന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആ പാരഗ്രാഫുകൾ മാത്രം വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണ് വാർത്തകൾ എന്താണ്, ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈസി നാവിഗേഷൻ ആണ് സെക്കൻഡ് പോയിന്റ്. അതായത് അത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, തുടർന്നുള്ള പാരഗ്രാഫിൽ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. തുടങ്ങിയുള്ള വിവരങ്ങൾ നമ്മൾക്ക് അറിയുന്നത് കൊണ്ട് ഈസി നാവിഗേഷൻ ആയിരിക്കും. സിംപ്ലിഫൈസ് എഡിറ്റിംഗ്, അതായത് ഒരു വാർത്തകൾ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആക്കി മാറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി വളരെ സുഖമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്പേസ് സേവിംഗ് ആണ്. സ്പേസുകൾ, അതായത് ഒരു വാർത്തയ്ക്ക് ചിലപ്പോൾ 2 കോളം വാർത്തകളായിരിക്കും, ചിലപ്പോൾ 3 കോളം വാർത്തകളായിരിക്കും. അതിനനുസരിച്ച് മാറ്റാനും, അതായത് വാർത്തകളുടെ കൺസൈസ് ആക്കാനും, ചുരുക്കാനും, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാനും, കൂടുതൽ ആഡ് ചെയ്യാനും ഒക്കെ ഈ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ട്രഡീഷണൽ അപ്രോച്ച് ആണ്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ പഴയ രീതിയിൽ വാർത്തകൾ എഴുതുന്ന രീതിയാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ലിമിറ്റ്സ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. അതായത് ഒരു റിപ്പോർട്ടർക്ക്, ഒരു എഴുത്തുകാരന് തന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ എഴുതാൻ ഒരിക്കലും ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ സാധിക്കുകയില്ല. അടുത്തത് ഡിമിനിഷസ് സർപ്രൈസ് എലമെന്റ്സ് എന്നുള്ളതാണ്. അതായത് ഒരു വാർത്തയിൽ റീഡേഴ്സിനെ ഒന്നുകൂടി ഹുക്ക് ചെയ്യിപ്പിക്കുന്നതിന്, റീഡേഴ്സിനെ വീണ്ടും വീണ്ടും വായിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് എലമെന്റ്സുകൾ കൊടുത്തുകൊണ്ടൊന്നും ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈല് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കുകയില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡീപ്പ് റീഡേഴ്സ്, അതായത് ആഴത്തിലുള്ള വായനക്കാർക്ക്, അതായത് കുറെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസും കുറെ ഡീറ്റെയിൽസുകളൊക്കെ ആവശ്യമുള്ള ഡീപ്പ് റീഡേഴ്സിന് ഒരിക്കലും യോജിച്ചതല്ല, ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈല് യോജിച്ചത് അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നറേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. നറേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി
ഡീപ്പായിട്ട് റീഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് ആണ്. അതായത് ന്യൂസ് വളരെ എൻഗേജിങ് ആൻഡ് അപ്പീലിംഗ് മാനറിൽ, അതായത് കുറച്ചും കൂടി എൻഗേജിങ് ചെയ്യുന്ന രീതിയിൽ, ആളുകൾക്ക് കുറച്ചും കൂടി വായിച്ചിട്ട് അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ എഴുതുന്നതാണ് നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൂടുതലായിട്ട് ഫീച്ചർ സ്റ്റോറീസിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് പീസുകളിൽ, അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആർട്ടിക്കിൾസിലൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിങ്ങിന് ഉൾപ്പെടുത്താറുള്ളത്. അതായത് ഫീച്ചർ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് എഐയുടെ കടന്നുവരവ് പുതിയ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ഡെപ്ത് ആയിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് ഫീച്ചർ സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ആസ്പെക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള എഴുത്തുകളായിരിക്കും നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരിക്കും. ഇനി നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കീ എലമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ എന്ത് ചെയ്യും, ആദ്യം ഇവിടെ നോക്കേണ്ടത് ഇത് ഈ വാർത്തകൾ പ്രസന്റ് ചെയ്യുന്നത് ഹാപ്പൻ ചെയ്ത രീതിയിൽ, അതായത് ആദ്യം സംഭവിച്ചത്, രണ്ടാമത്തെ സംഭവിച്ചത്, മൂന്നാമത്തെ സംഭവിച്ചത്, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇതെന്ത് ചെയ്യുക, വിശദീകരിക്കുക. അതാണ് ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, രണ്ടാമത് ഇങ്ങനെ സംഭവിച്ചു, മൂന്നാമത്തെ ഇങ്ങനെ സംഭവിച്ചു. ഈ ഒരു നാച്ചുറൽ ഫ്ലോ ആയിട്ട് റീഡേഴ്സിന് ഇങ്ങനെ വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ സ്റ്റോറി ടെല്ലിംഗ് നടക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോയിന്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലുള്ള അപ്രോച്ച് എന്താണ്, ഒരു റീഡേഴ്സിന് അവർക്ക് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വായിക്കുന്നതിനും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അതായത് നരേറ്റീവ് സ്റ്റോറീസ് എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾസിന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്റ്റോറി അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ കാണാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഓരോ ആളുകളെയും വിശദീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഓരോ റീഡേഴ്സിന് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ആ ക്യാരക്ടേഴ്സിനാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽസുകൾ, ഇവരുടെ ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഇവന്റുകളും എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സമൂഹത്തിന് പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ആളുകൾക്കും അത് നമുക്ക് സ്വന്തം രീതിയിൽ ചിന്തിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സെറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. സെറ്റിംഗ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതായത് റിച്ച് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും, വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഈ മെത്തേഡിൽ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗിൽ പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ വിശദമായിട്ട് പല സീനുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പല പ്ലേസുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റീഡേഴ്സിന് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്ന രീതികളിലായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളെ കുറിച്ചും വിശദീകരിച്ചിട്ട് പറയുക. അടുത്ത കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻസ് എന്നുള്ളതാണ്. അതായത് നരേറ്റീവ് റിപ്പോർട്ടിങ്ങളിൽ എന്തെങ്കിലും ഭാഗങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് അടിക്കും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവർ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ആ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ വായിക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷൻസ് കൂടും. ആ ടെൻഷൻസ് കൂടുമ്പോൾ വീണ്ടും ആ റിപ്പോർട്ട് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിന് പ്രോഗ്രസ്സുകൾ ഉണ്ടായിരിക്കും. ആ പ്രോഗ്രസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഒരു റെസൊല്യൂഷൻസ്, അതായത് ഒരു കൺക്ലൂഷൻസ് കൊടുക്കും. റീഡേഴ്സ് ഇങ്ങനെ വായിച്ചു പോകുന്നു, സെൻട്രൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ദെൻ പിന്നെ അത് വായിച്ചു പോകുന്ന സമയത്ത് അതിനൊരു റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ രേഖപ്പെടുത്തുന്നു. ആ രീതിയിലായിരിക്കും ഈ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എഴുതുക. അടുത്തതായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡയലോഗ്സ് ആൻഡ് കോഡ്സുകൾ എന്ന് പറയുന്നത്. ഡയലോഗ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോഡ്സുകളൊക്കെ ഇതിന്റെ ഒതന്റിസിറ്റി കുറച്ചും കൂടി കൂട്ടുന്നതിന് സാധിക്കുന്നുണ്ട്. അതായത് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് അവർ പറയുന്ന ഡയലോഗുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന കോട്ടുകളൊക്കെ ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. ഇത് കുറച്ചും കൂടി റിപ്പോർട്ടുകൾ കുറച്ചും കൂടി ഡൈനാമിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും കൊടുക്കുക. ഈ ഡയലോഗ്സും കോഡ്സുകളൊക്കെ അവരുടെ സ്വന്തം വാക്കുകളിലായിരിക്കും കൊടുക്കാറുള്ളത് കേട്ടോ. അലോയിങ് ദ സബ്ജക്ട് ഓഫ് ദ സ്റ്റോറി ടു സ്പീക്ക് ഇൻ ദെയർ ഓൺ വേർഡ്സ് എന്നുള്ളതാണ്. അവരുടെ വാക്കുകളിലൂടെ തന്നെയായിരിക്കും അത് കൃത്യമായിട്ട് പറഞ്ഞു പോരുക.
ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ് ഓഫ് നരേറ്റീവ് സ്റ്റൈൽ റിപ്പോർട്ടിംഗ് ആണ്. ഒന്നാമത്തെ എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീഡേഴ്സിന് കുറച്ചും കൂടി അവസാനം വരെ വളരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് വായിക്കാൻ ഈ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിങ്ങിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ റിലേറ്റബിലിറ്റി എന്നുള്ളതാണ്. അതായത് പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അടുത്ത ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. കുറച്ചും കൂടി ആഴത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത രീതിയിലുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. അത് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്നുള്ളതാണ് പറയുന്നത്. ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഹവർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ചെറിയൊരു രണ്ട് ത്രികോണങ്ങൾ ഒരുമിച്ച് വെച്ച പോലെയുള്ളതായിരിക്കും. ഒരു സൈഡിൽ കുറെ മണൽത്തരികൾ ഉണ്ടായിരിക്കും. അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ചാടിയിട്ടുള്ള ഒരു ടോയ് പോലെയുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ഹവർ ക്ലാസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോ ഈ ഹവർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈല് പണ്ട് കാലം തൊട്ട് ജേർണലിസം സ്റ്റാർട്ട് ചെയ്യുന്ന കാലം തൊട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു രീതിയാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നീട് ഹവർ ക്ലാസ് സ്റ്റൈലുകൾ മാറ്റാൻ തുടങ്ങി. അതായത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ളതിന് മാറ്റാൻ തുടങ്ങി. അപ്പൊ ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്ന പുതിയൊരു രീതി തുടങ്ങി. ആ രീതി എന്ന് പറയുന്നത് ഹവർ ക്ലാസ് സ്റ്റൈലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഹവർ ക്ലാസ് സ്റ്റൈലും ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലും നരേറ്റീവ് സ്റ്റൈലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ജേർണലിസത്തിന്റെ ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നീട് അതിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലും നാരേറ്റീവ് സ്റ്റൈലും തമ്മിലുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി സമ്മറിയും കൊടുത്തിട്ടുള്ള കുറച്ചും കൂടി ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസും കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ സ്റ്റോറീസ് ഒക്കെ ആഡ് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ ഗ്രാസ്പ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യാനും പിന്നീട് ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലോട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലോട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിലോട്ട് പോകുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 3 രീതികളിലാണ് ഇത് സംഭവിക്കുന്നത്. 3 രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദ ടോപ്പ് എന്നുള്ളതാണ്. ദ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് the answer the readers most pressing questions എന്നുള്ളതാണ്. അതായത് 5W1H എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ദ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ 1, 2, 3 പാരഗ്രാഫുകളായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ സമ്മറി ലീഡുകളിലായിട്ട് എന്താണ് ഒരു വായനക്കാരന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ദ ടോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ഭാഗത്ത് ദ ടേൺ എന്നുള്ളതാണ്. ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ അവസാനിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ടേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു നരേറ്റീവ് സ്റ്റൈലിലോട്ട് മാറുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ദ ടേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസിഷൻസ് എന്താണ് ചിലപ്പോൾ അക്കോർഡിംഗ് ടു പോലീസ് അല്ലെങ്കിൽ പോലീസ് പറയുന്നു, അല്ലെങ്കിൽ ഐ വിറ്റ്നസ് സൈഡ് അല്ലെങ്കിൽ ദൃക്സാക്ഷി പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കും ദ ടേൺ എന്ന് പറയുന്ന ഭാഗം നടക്കുക. പിന്നീട് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ദ നരേറ്റീവ് എന്ന് പറയുന്നത്. നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസാനത്തെ പാരഗ്രാഫുകളാണ്. അതായത് റൈറ്റേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാം ക്രോണോളജിക്കൽ ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളും ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് ഏതെന്ന് പറയുന്നത് ദ നരേറ്റീവ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹവർ ക്ലാസ് സ്റ്റൈല് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ദ ടോപ്പ് ദ ടേൺ ദ നരേറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലീഡ് ആൻഡ് ഇൻട്രോ എന്ന് പറയുന്ന ഭാഗമാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ
രണ്ട് പാരഗ്രാഫുകളാണ് ലീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ പാരഗ്രാഫാണ് ലീഡ് എന്ന് പറയുന്നത്. ലീഡ് ഒരു വാർത്തയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ലീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു റീഡേഴ്സിന് അവർക്ക് പെട്ടെന്ന് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു വാർത്തയുടെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഭാഗത്തിനെയാണ് ലീഡുകൾ എന്ന് പറയുന്നത്. കുറച്ച് സെവറൽ ടൈപ്സ് ഓഫ് ലീഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ലീഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ഇനി പോകുന്നത്. ഇനി ഒരു ലീഡിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക? ലീഡിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു 5W1H ആണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക. ഹൂ, വേർ, വൈ, വെൻ, വാട്ട് ആൻഡ് ഹൗ എന്ന് പറയുന്ന 5W1H എന്ന് പറയുന്ന ഭാഗം നിർബന്ധമായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ 6 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഇനി പല രീതിയിലുള്ള ഒരു ലീഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നുള്ളതാണ്. ഗ്രാമാറ്റിക്കലി അതായത് നമ്മൾ ഗ്രാമേഴ്സ് കൃത്യമായിട്ട് കറക്റ്റ് ആയിരിക്കണം. പങ്ക്ച്വേഷൻസ്, അതുപോലെ തന്നെ വെർബ് സെന്റൻസുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, വേർഡ് അതിന്റെ യൂസേജുകൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതായത് ഗ്രാമേഴ്സ് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ബി കൺസൈസ് എന്നുള്ളതാണ്. ബി കൺസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന്, കുറച്ചും കൂടി പബ്ലിക്കിന് ഈസി ആയിട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ചുരുക്കിക്കൊണ്ട് പറയണം. ബി സ്പെസിഫിക് എന്നുള്ളതാണ് മൂന്നാമത്തത്. അതായത് സ്പെസിഫിക് ആവുക, അതായത് നമ്മൾ എഴുതുന്ന ലീഡുകൾ, ആ ലീഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. മാത്രമല്ല അവർക്ക് ആ റീഡേഴ്സിന് അത് വിഷ്വലൈസ് ചെയ്യാനുള്ള സാഹചര്യം കൂടി, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതിൽ എഴുതേണ്ടത്. ബി സ്പെസിഫിക് ആവുക, അതായത് എന്താണ് പോയിന്റ് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് ആളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ സാധിക്കണം. നാലാമത്താണ് യൂസ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് വേർബ്സ് എന്നുള്ളത്. അതായത് കുറച്ചും കൂടി ഡ്രമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് വേർബ്സുകളും കാര്യങ്ങളും ഉപയോഗിക്കുക. കുറച്ചും കൂടി കളർഫുള്ളും ഇൻട്രസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റാം. അടുത്തത് എംഫസൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റോറി. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വാർത്ത, ആ വാർത്തയുടെ സോഴ്സിൽ അല്ലെങ്കിൽ അതിന്റെ തോതിൽ എപ്പോഴും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഫയർ നടന്നു, ഒരു തീപിടുത്തം നടന്നു. അപ്പൊ എത്രത്തോളം ഡാമേജ് സംഭവിച്ചു, എത്ര ഉള്ള ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, എത്ര ആളുകൾക്ക് ഇഞ്ചേർഡ് ആയി, തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് പറയേണ്ടത്. പിന്നെ ആറാമത്തെ പോയിന്റ് ആണ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് ഒപ്പീനിയൻസ് എന്നുള്ളതാണ്. അതായത് the leads of news stories like their bodies must be objective എന്നുള്ളതാണ്. അതായത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയേണ്ടത്. അതായത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് റീഡേഴ്സിനെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ സമയത്തും വാർത്തയിലുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുക, എഴുതുക. ഇനി അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ലീഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ലീഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് സമ്മറി ലീഡ്. സമ്മറി ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വേർഡ്സിനുള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5W1H എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു വാർത്തയെ കുറിച്ച് സമ്മറൈസ് എഴുതുന്ന ലീഡുകളെയാണ് സമ്മറി ലീഡുകൾ എന്ന് പറയാം. രണ്ടാമത്തെ നരേറ്റീവ് ലീഡ് ആണ്. നരേറ്റീവ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ലീഡാണ്. നോൺ ഫീച്ചേഴ്സിലൊക്കെ അല്ലെങ്കിൽ നോൺ ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റോറീസിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ലീഡുകളെയാണ് നരേറ്റീവ് ലീഡുകൾ എന്ന്. അതായത് അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത ന്യൂസുകളിലൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ലീഡുകളാണ് നരേറ്റീവ് ലീഡുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു വളരെ സ്ലോ ആയിട്ട് ആ ലീഡുകൾ തയ്യാറാക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, ആ വാർത്തയിലോട്ട് ആളുകളെ സ്ലോലി കൊണ്ടുവരുന്ന ഒരു രീതി, അതിനെയാണ് നരേറ്റീവ് ലീഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൾക്ക് സ്ലോലി അതിങ്ങനെ വായിച്ച്, റീഡേഴ്സിന് ഇങ്ങനെ വായിച്ചിട്ട് ആ സ്റ്റോറിയിലോട്ട് പോരാൻ പറ്റും. അതാണ് നരേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോൺട്രാസ്റ്റ് ലീഡ് ആണ്. കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യം പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾഡ് ആൻഡ് ന്യൂ, അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ടോൾ, അല്ലെങ്കിൽ യെസ്റ്റർഡേ ആൻഡ് ടുഡേ, ഇന്നലെയും ഇന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ലീഡുകളെയാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാസ്റ്റ് ലീഡുകൾ എന്ന് പറയുന്നത്. അതായത് പ്രസന്റ് സ്റ്റാറ്റസുകൾ, അതായത് ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്. ഉദാഹരണത്തിന് ഇന്നലത്തേക്കാളും ഇന്ന് ചൂട് കൂടുതലാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലത്തേക്കാളും ഇന്ന് മഴയുടെ തോത് കൂടുതലാണ്, അല്ലെങ്കിൽ മഴ കുറവാണ്. അപ്പൊ ഇന്നലെ കൂടുതലാണ് എന്നുള്ളത് ഇന്ന് കുറവാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തിലുള്ള ലീഡുകളെയാണ് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഓർ ഷോക്ക് ലീഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
റീഡേഴ്സിന്റെ അറ്റൻഷൻസ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്, അതായത് ഷോക്ക് കൊടുത്തുകൊണ്ട് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഷോക്ക് ലീഡ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോ 500 നോട്ട് പിൻവലിച്ചു എന്ന് പറയുന്ന വാർത്ത കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നോക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഷോക്ക് ലീഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലീഡാണ്. ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിലൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോ നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞവരാണോ അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങുന്നതാണ്, അതിന് ആൻസർ നൽകിക്കൊണ്ട് തുടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ലീഡുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് അഡ്രസ് ലീഡ്, അതായത് നേരിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓഡിയൻസുമായിട്ട് അവരോട് നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട്, അതായത് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ് ലീഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാറില്ലേ, അതൊക്കെയാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡുകൾ എന്ന് പറയുന്നത്. ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് അഡ്രസ് ചെയ്യിക്കുക, അവരോട് ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ലീഡുകൾ. ഇനി അടുത്ത കോട്ട് ലീഡുകളാണ്. കോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ രാജിവെക്കുന്നു മുഖ്യമന്ത്രി, അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കോട്ട് ലീഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോട്ടുകൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ലീഡുകളെയാണ് എന്തെന്ന് വിളിക്കുക കോട്ട് ലീഡുകൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി മോസ്റ്റ് പവർഫുൾ ആയിരിക്കും, കുറച്ചും കൂടി അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ലീഡുകൾ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. അടുത്തത് 8ാമതാണ് ഡിലൈഡ് ലീഡുകൾ എന്നാണ് പറയുക. അതായത് ഹോൾഡ്സ് ബാക്ക് ചെയ്തുകൊണ്ട്, അതായത് മെയിൻ സ്റ്റോറി പറയാതെ ഒരു സസ്പെൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഓർ തേർഡ് സെന്റൻസിലൂടെ എന്താണ് കാര്യം പറയാൻ പോകുന്നത് എന്ന് സ്ലോലി പറയുന്ന ലീഡുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഡിലൈഡ് ലീഡുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇനി അടുത്തത് റൈറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന ഭാഗമാണ്. റൈറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയയിൽ നമ്മളൊരു പ്രിന്റ് മീഡിയ, അതായത് ഒരു പത്രത്തിന് വേണ്ടിയിട്ട്, മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്ലാരിറ്റി ആൻഡ് ബ്രെവിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരു പത്രത്തിൽ വാർത്തകൾ പ്രിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ സ്പേസുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എല്ലാ വേർഡുകളും കൗണ്ട് ചെയ്യപ്പെടും. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുക, അൺനെസസറി ആയിട്ടുള്ള ജാർഗൻസ് ഉപയോഗിക്കാതിരിക്കുക. അതായത് ജാർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടെക്നിക്കൽ ലാംഗ്വേജുകളാണ്, ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണം എന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത വാക്കുകളെയാണ് ജാർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജാർഗൻസുകളൊക്കെ ഒഴിവാക്കി കൺസൈസ് ലാംഗ്വേജ്, ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രിസൈസ് ആയിട്ട് ചുരുക്കിക്കൊണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ക്ലാരിറ്റി ആൻഡ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡുകൾ അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വേർഡുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എയിം, അതായത് പ്രിന്റ് മീഡിയക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് എയിം എന്ന് പറയുന്നത് ക്ലാരിറ്റി ആവണം, അതായത് എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. സെക്കൻഡ് വൺ സ്ട്രോങ് ലീഡ്സ് എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലീഡുകൾ ഉപയോഗിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തു ലീഡുകൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ റീഡേഴ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള 1-2 പോയിന്റുകളിൽ 1-2 സെന്റൻസുകളാക്കിയിട്ട് എന്താണ് വാർത്തകൾ പറയാൻ പോകുന്നത് എന്നുള്ള നല്ല രീതിയിലുള്ള ലീഡുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്, സ്ട്രോങ് ലീഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ നമ്മൾ നോക്കണം. 5W1H അതിൽ ആഡ് ചെയ്യണം. അത് ലീഡുകൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയും കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട്. ഇനി അടുത്തത് 4ാമതാണ് അറ്റൻഷൻ ടു ഫാക്ട് ആൻഡ് ഒബ്ജക്ടിവിറ്റി. അതായത് പ്രിന്റ് മീഡിയ ക്രെഡിബിൾ ആയിരിക്കണം, അൺബയാസ്ഡ് ഇൻഫർമേഷൻ ആയിരിക്കണം. അതായത് ഒരു വ്യക്തിയെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന രീതിയിലാവരുത് എന്ത് വാർത്തകൾ തയ്യാറാക്കേണ്ടത്. അത് മാത്രമല്ല റീഡേഴ്സ് എന്ത് എക്സ്പെക്ട് ചെയ്യും, അക്യുറസി എക്സ്പെക്ട് ചെയ്യും, ന്യൂട്രാലിറ്റി എക്സ്പെക്ട് ചെയ്യും. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കണം. ന്യൂട്രാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളെയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയോ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കരുത് വാർത്തകൾ തയ്യാറാക്കേണ്ടത്. അതിനെയാണ് അറ്റൻഷൻ ടു ഫാക്ട് ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വാർത്തകളും പബ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം.
ഓക്കെ, കോട്ടുകൾ, ഡാറ്റ തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് വാർത്തകൾ ലഭിച്ചിട്ടുള്ളത്, ഏതെങ്കിലും പേഴ്സണൽ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കണം. അടുത്തത് അഞ്ചാമത്തത് യൂസ് ഓഫ് കോഡ്സ് ആൻഡ് ആട്രിബ്യൂഷൻസ് എന്നുള്ളതാണ്. അതായത് കോട്ടുകൾ, ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ടച്ചുകൾ, അതായത് നമ്മൾ ഒരാൾ പറഞ്ഞതാണ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ നെറേറ്റീവായിട്ട് കുറച്ചും കൂടി വിശദീകരിക്കാൻ അതിലൂടെയൊക്കെ സാധിക്കും. മാത്രമല്ല ജനങ്ങൾക്ക് ഇത് കുറച്ചും കൂടി വിശ്വാസയോഗ്യമായിരിക്കും. ഒരു ട്രാൻസ്പെറൻസിയും ക്രെഡിബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിൽ സാധിക്കും. അടുത്ത കൺസൈസ് പാരഗ്രാഫ് എന്നുള്ളതാണ്. അതായത് റീഡേഴ്സ് അവർ പെട്ടെന്ന് ആർട്ടിക്കിൾസ് ഒക്കെ ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വായിക്കുന്ന ആളുകളാണ്, അത് പെട്ടെന്ന് വായിച്ചു പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പൊ പാരഗ്രാഫുകളൊക്കെ വളരെ ഷോർട്ട് ആയിരിക്കണം, അതുപോലെ തന്നെ റീഡബിലിറ്റി ആയിരിക്കണം, പെട്ടെന്ന് വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. പാരഗ്രാഫുകൾ ലിമിറ്റ് ചെയ്യുക, 1, 2, 3 സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് പാരഗ്രാഫുകൾ ലിമിറ്റ് ചെയ്യുക. ഈ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി പാരഗ്രാഫുകൾ ഷോർട്ട് ആക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് ഹെഡ്ലൈൻസ് ആൻഡ് സബ് ഹെഡിങ്സ് എന്നുള്ളതാണ്. അതായത് ഒരു ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. ആ ഹെഡ്ലൈൻസിലൂടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വാർത്ത എന്താണ് അത് സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയാനും ഹെഡ്ലൈൻസിലൂടെ സാധിക്കും. മാത്രമല്ല സബ് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ സബ് ഹെഡിങ്സ്, അതായത് ഒരു വലിയ തലക്കെട്ടിന് താഴെ എഴുതിയിട്ടുള്ള ബാക്കിയുള്ള ചെറിയ തലക്കെട്ടിനെയാണ് എന്തെന്ന് വിളിക്കുക, സബ് ഹെഡിങ്സ് എന്ന് പറയാം. അത് എന്തൊക്കെയാണ് കണ്ടന്റ്, അതുപോലെ തന്നെ എന്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ, അതായത് ആ വാർത്തയിലൂടെ നമുക്ക് കടന്നു പോകാനും നമുക്ക് ഹെഡ്ലൈൻസും സബ് ഹെഡിങ്സും നമ്മളെ സഹായിക്കും. അപ്പോൾ ഹെഡ്ലൈൻസും സബ് ഹെഡിങ്സും നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈൻസ് ആക്റ്റീവ് ആയിരിക്കണം, ഡയറക്റ്റ് ആയിരിക്കണം, പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ വെർബുകൾ ഉപയോഗിക്കുക. ഓക്കെ, സബ് ഹെഡിങ്സ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതിന്റെ സ്ട്രക്ചറുമായി ചേരുന്ന രീതിയിലായിരിക്കണം സബ് ഹെഡിങ്സ് ആഡ് ചെയ്യേണ്ടത്. അടുത്തത് കൺസിസ്റ്റൻസി ഇൻ സ്റ്റൈലാണ്. അതായത് സ്റ്റൈൽ ബുക്കുകൾ ഉണ്ടായിരിക്കും, അത് അടുത്ത മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റൈൽ ബുക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് പ്രിന്റ് മീഡിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈൽ ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ AP സ്റ്റൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ഹൗസ് സ്റ്റൈൽ എന്ന് പറയും. AP സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റഡ് പ്രസ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഹൗസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലാണ്. ഉദാഹരണത്തിന് നമ്മൾ ഓരോ കുത്ത്, കോമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ ഗ്രാമർ, പങ്ക്ച്വേഷൻസ്, വേർഡുകൾ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ ഓരോ പത്രങ്ങൾക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ പോയിന്റ് ആണ് എഫക്റ്റീവ് യൂസ് ഓഫ് വിഷ്വൽസ് ആൻഡ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫോട്ടോഗ്രാഫ്സ്, ഇൻഫോഗ്രാഫിക്സ്, ഇല്ലുസ്ട്രേഷൻസ്. അതായത് ഫോട്ടോഗ്രാഫ്സ് എന്താണെന്ന് അറിയാം. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടുകൾ അല്ലെങ്കിൽ ഡയഗ്രാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് വരച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി സ്റ്റോറീസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. മാത്രമല്ല ആളുകൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ക്യാപ്ഷൻസ് ഉപയോഗിക്കുക. ക്യാപ്ഷൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് തുടങ്ങിയ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ എന്താണ് അത് എന്നുള്ളത് വിശദീകരിക്കുക. മീൻസ് 1-2 വാക്കുകളായിട്ട് എഴുതുക. അതാണ് ക്യാപ്ഷൻസ്. അതും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അടുത്തത് എൻഗേജിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലോസേഴ്സ്. ദ എൻഡിങ് ഷുഡ് ലീവ് ദ റീഡേഴ്സ് വിത്ത് ഫൈനൽ തോട്ട് ഓർ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതായത് എൻഗേജിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത അവസാനിപ്പിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ആ സമ്മറൈസ് ചെയ്യിപ്പിക്കണം. അതായത് ആ വാർത്ത ഏറ്റവും ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്ത് പറയുക. അതിൽ ഫ്യൂച്ചർ ആക്ഷൻസ്, ഓൺഗോയിങ് ഡെവലപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ് വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ എന്ത് ചെയ്യുക, പറയുക. അതാണ് എൻഗേജിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിന്റ് മീഡിയ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത് റേഡിയോ ആണ്. റേഡിയോ റൈറ്റിംഗ് സ്റ്റൈലിലോട്ടാണ് നമ്മൾ പോകുന്നത്. റേഡിയോ റൈറ്റിംഗ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒരു ഫോർമൽ റൈറ്റിംഗ് പോലെയല്ല നമ്മൾ റേഡിയോ റൈറ്റ് ചെയ്യുന്നത്. റേഡിയോ റൈറ്റിംഗ് ഒരു കോൺവെർസേഷണൽ സ്റ്റൈലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ് റേഡിയോയിൽ ഒരു സ്ക്രിപ്റ്റുകൾ എഴുതാറുള്ളത്. സെന്റൻസുകൾ വളരെ ഷോർട്ട് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ലിസണേഴ്സ്
സാധാരണ ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കാറാണുള്ളത്, പക്ഷെ റേഡിയോ നമ്മൾ കേൾക്കാറാണുള്ളത്. അപ്പൊ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാതെ, വളരെ ബുദ്ധിമുട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന രീതിയിലായിരിക്കണം റേഡിയോന്റെ സ്റ്റൈൽ ഉപയോഗിക്കേണ്ടത്. അതായത് അതിനുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. പിന്നീട് ഒരു കീ എഫക്റ്റീവ് റേഡിയോ റൈറ്റിംഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ റേഡിയോ റൈറ്റിംഗ് തയ്യാറാക്കുന്നതിന് ക്ലാരിറ്റി, ബ്രിവിറ്റി, നാച്ചുറൽ സ്പീച്ച് പാറ്റേൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇനി അതെന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്താണ് റൈറ്റിംഗ് ഫോർ ദ ഇയർ എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക, കേൾവിക്ക് വേണ്ടിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് പേപ്പർ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും വായിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു റേഡിയോ എന്ന് പറയുന്നത്, റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിസണേഴ്സിന് ലിസൺ ചെയ്യാൻ, കേൾവിക്കാരനെ കേൾക്കാൻ മാത്രം പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണ് യൂഷ്വലായിട്ട് റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സമയത്താവും. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, കുക്കിംഗ് ചെയ്യുന്ന സമയത്ത്, ക്ലീനിങ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ റേഡിയോ കേൾക്കാറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും നല്ലൊരു സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതായത് ഷോർട്ട് ഡിക്ലറേറ്റീവ് സെന്റൻസ് വിത്ത് ഷോർട്ട് വേർഡ്സ് ക്യാൻ ബെറ്റർ കമ്മ്യൂണിക്കേറ്റ് ദ ഐഡിയാസ് ഇൻ റേഡിയോ ബ്രോഡ്കാസ്റ്റ്. അതായത് ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസിലൂടെ, ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സിലൂടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സിംഗിൾ ഐഡിയ വളരെ കുറഞ്ഞ സെന്റൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് റേഡിയോ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്നുള്ളതാണ്. ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ നമുക്ക് സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന രീതിയിലുള്ള ഷോർട്ട് ആൻഡ് സിമ്പിൾ സെന്റൻസുകൾ ഉപയോഗിക്കുക. മാത്രമല്ല സിമ്പിൾ കൺസ്ട്രക്ഷനിലുള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള സെന്റൻസുകൾ ഉപയോഗിക്കുക. നമ്മൾ ബ്രോഡ്കാസ്റ്റ് കോപ്പി, അതായത് ഒരു റേഡിയോയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു കോപ്പി വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം. അതായത് വായിക്കുന്ന ആളുകൾക്ക്, റീഡേഴ്സ്, പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന, കൺസൈസ്, ചുരുക്കിയിട്ടുള്ള ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. മാത്രമല്ല ഒരു റേഡിയോ റൈറ്റർ എല്ലാ സമയത്തും വളരെ ലോങ് വേർഡ്സുകൾ ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് വൺ ആക്കിയിട്ട് ഉപയോഗിക്കുക. അതായത് വളരെ വലിയ പാരഗ്രാഫിൽ നിന്നും ഒരു ചെറിയൊരു വേർഡ്സിലോട്ട് അതിന്റെ മീനിങ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മാറ്റി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് യൂസ് കോൺവെർസേഷണൽ ലാംഗ്വേജ് എന്നുള്ളതാണ്. അതായത് റേഡിയോസ് കോൺവെർസേഷണൽ ആയിരിക്കണം. കാരണം നമ്മൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ജാർഗൻസ് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ ആയിട്ട് എവറിഡേ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളൊക്കെ ഉപയോഗിക്കുക. ഡയറക്റ്റ് സെന്റൻസുകൾ ഉപയോഗിക്കുക. നാച്ചുറൽ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ പ്രസന്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നാലാമത്തത് പെയിന്റ് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റേഡിയോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാക്കുകളിലൂടെ നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ വിഷ്വൽ എലമെന്റുകൾ ഇല്ലാത്ത ഒന്നാണ് ഇത് എന്ന് പറയുന്ന റേഡിയോ. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ അവർക്ക് ഇമാജിനേഷൻ ചെയ്യാൻ രീതിയിലുള്ള വിവിഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഓക്കെ. അടുത്തത് അഞ്ചാമത്തത് ആഡ് സൗണ്ട് എലമെന്റ്സുകൾ എന്നുള്ളതാണ്. സൗണ്ട് എലമെന്റ്സുകൾ ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻ സൗണ്ടുകൾ, ഇപ്പോൾ നോയ്സുകൾ ആഡ് ചെയ്യേണ്ടി വരും, മ്യൂസിക്, വോയിസ് ക്ലിപ്പുകൾ, അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് നല്ല മഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ടുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൗണ്ട് എലമെന്റ്സുകൾ നമ്മളുടെ സ്റ്റോറിയുടെ മൂഡിനനുസരിച്ചുള്ള സൗണ്ട് എലമെന്റ്സുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തതാണ് മിസ്പ്ലേസ്ഡ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് a sentence can be significantly changed when a modifying phrase appears in the wrong place എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകൾ പെട്ടെന്നൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ എല്ലാ സെന്റൻസുകളും വളരെ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത ആക്റ്റീവ് വെർബ്സുകൾ ആണ്. ആക്റ്റീവ് വെർബ്സുകൾ ഉപയോഗിക്കുക. അതായത് ഇപ്പൊ നടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഇന്നലെ നടന്നുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസന്റ് ചെയ്യുന്നത്, പക്ഷെ റേഡിയോ എന്ന് പറയുന്നത് ലൈവ് ആയിട്ടല്ല പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന രീതിയിൽ ഒരാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ ആക്റ്റീവ് വെർബ്സുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് പ്രസന്റ് ടെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്.
അതായത് ഇമ്മീഡിയസി കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ളത് എന്നുള്ള മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അടുത്തത് അവോയ്ഡ് നെഗറ്റീവ് കൺസ്ട്രക്ഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെ മീൻസ് ഒരു വാക്കിൽ നിന്ന് മറ്റൊരു അർത്ഥം ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ശ്രദ്ധിക്കുക. ദ പോലീസ് കുഡ് നോട്ട് കൺട്രോൾ ദ സിറ്റുവേഷൻ. പോലീസിന് ആ കൺട്രോള് ആ സിറ്റുവേഷൻ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് പകരം ദ പോലീസ് ഫെയിൽ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. പോലീസുകാരെ ആ സിറ്റുവേഷൻ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 10ാമതാണ് എൻഡ് വിത്ത് എ സ്ട്രോങ് ഫിനിഷ്. അതായത് നിങ്ങളൊരു ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഒരു റേഡിയോ നിങ്ങളൊരു റൈറ്റിംഗ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിനിഷ് കൊടുക്കണം. അതായത് ഒരു കൺക്ലൂഷൻ കൊടുക്കുക, ലിസണേഴ്സിന് അവർക്ക് ഫൈനൽ ആയിട്ടുള്ള തോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ പോയിന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള കോട്ടുകളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് റൈറ്റിംഗ് ഫോർ ടെലിവിഷൻ ആണ്. ടെലിവിഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതുക എന്നുള്ളതാണ് നോക്കുന്നത്. ടെലിവിഷനിൽ നമ്മളൊരു കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതിന് പിന്നിൽ കുറെ ആളുകളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്, ഫ്ലോലെസ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് നടക്കുന്നുണ്ട്. ചില സമയത്ത് ചില സ്മാൾ മിസ്റ്റേക്കുകളൊക്കെ വലിയൊരു ബ്ലണ്ടർ മിസ്റ്റേക്കുകളായിട്ട് സ്ക്രീനുകളിൽ നമുക്ക് കാണാറുണ്ട്, നമ്മൾ കാണുന്നതാണ്. പല മിസ്റ്റേക്കുകളും യൂട്യൂബിലൊക്കെ നമ്മൾ TV-കളിൽ വരുന്ന മിസ്റ്റേക്സുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു റേഡിയോനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെലിവിഷന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന് കുറെ സ്കില്ലുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഒക്കെ വേണം. അതുപോലെ തന്നെ വിഷ്വൽ ടെക്നിക്കൽ ഡിമാൻഡ്സുകളൊക്കെ കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇനി ടെലിവിഷനിൽ അതിൽ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസുകളാണ്. റൈറ്റ് ടു ദ വീഡിയോ എന്നുള്ളതാണ് ഒന്നാമത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ TV-കൾക്ക് വേണ്ടിയിട്ട് എഴുതുക, അതായത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിൽ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആണ് ക്യാരക്ടേഴ്സ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളൊരു സീന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന കാര്യങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അപ്പോൾ ഒരു TV-യിൽ നിങ്ങളൊരു വിഷ്വൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ടേഴ്സ് ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, അതിന്റെ കോ ആക്ടേഴ്സ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ എഴുതേണ്ടി വരും. ഇപ്പൊ മാത്രമല്ല, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ടെലിവിഷനിൽ ഓൾറെഡി ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തെ യൂസ് സിമ്പിൾ ആൻഡ് കോൺവെർസേഷണൽ ലാംഗ്വേജ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റുകൾ എന്ത് ചെയ്യണം, ഡയറക്ട്ലി വ്യൂവേഴ്സിന് നോക്കിക്കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഷോർട്ട് സെന്റൻസുകൾ എഴുതുക, കോൺട്രാക്ഷൻസ് ഉപയോഗിക്കുക, നാച്ചുറൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീപ് സെന്റൻസസ് ഷോർട്ട് ആൻഡ് പഞ്ചി എന്നുള്ളതാണ്. അതായത് സെന്റൻസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 10 മുതൽ 15 വരെയുള്ള വേർഡ്സിൽ ഒരു സെന്റൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോ TV ഓഡിയൻസുകൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള അറ്റൻഷൻ സ്പാൻസ് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ സമയങ്ങൾ മാത്രമേ TV-യിൽ ശ്രദ്ധിച്ചിരിക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നേരെ പറയുക എന്നുള്ളതാണ്. മാത്രമല്ല കോംപ്ലക്സ് ഇൻഫർമേഷൻസ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെന്റൻസുകളാക്കിയിട്ട് പറയുക. അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സെന്റൻസുകളാക്കിയിട്ട് കുറഞ്ഞ സെന്റൻസുകളാക്കിയിട്ട് പറയുക. നാലാമത്തത് എംഫസൈസ് സ്ട്രോങ് ലീഡ്സ് ആൻഡ് ഹെഡ്ലൈൻസ് എന്നുള്ളതാണ്. അതായത് വ്യൂവേഴ്സിന്റെ അറ്റൻഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം ഹെഡ്ലൈൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ലീഡുകളും ഹെഡ്ലൈൻസുകളും ക്ലിയർ ആയിരിക്കണം, ഡയറക്റ്റ് ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി റെലവന്റ് ആയിരിക്കണം. അതായത് വളരെ ക്ലിയർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പറയുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് അത്രയും റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ലീഡുകളും ഹെഡ്ലൈൻസ് ആയിട്ട് നൽകേണ്ടത്. ആക്റ്റീവ് വോയിസുകൾ കൊടുക്കുക. ആക്റ്റീവ് വോയിസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു എക്സ്റ്റെൻഡ് ദ ലോക്ക്ഡൌൺ എന്നതിന് പകരമായിട്ട് ദ ഗവൺമെന്റ് ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ദ ലോക്ക്ഡൌൺ എന്നാക്കി മാറ്റുക. അതാണ് ആക്റ്റീവ് വോയിസുകൾ എന്ന് പറയുന്നത്. അതായത് എ ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ, അതായത് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരുന്നു, അതെന്താണ്, ലോക്ക്ഡൌൺ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാണ് പറയാ, ദ ഗവൺമെന്റ് ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ദ ലോക്ക്ഡൌൺ, ലോക്ക്ഡൌൺ കുറച്ചും കൂടി നീട്ടിവെക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു
എന്നുള്ള രീതിയിലാക്കി മാറ്റുക. അടുത്തത് ഇന്റഗ്രേറ്റ് കോഡ്സ് ആൻഡ് സൗണ്ട് ബൈറ്റ്സ്, അതായത് ഈ കോട്ടുകളും സൗണ്ട് ബൈറ്റുകളൊക്കെ ഉപയോഗിക്കുക. നമ്മൾ സൗണ്ട് ബൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് സൗണ്ട് ബൈറ്റുകൾ എന്നൊക്കെ പറയാ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഇതിന്റെ വോയിസ് മാത്രമായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഒരു വാർത്തയിലൂടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സൗണ്ട് ബൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടുകൾ, ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കോട്ടുകൾ. അപ്പൊ കോട്ടുകളും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറയുക. ഈ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പേഴ്സൺസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ചൂസ് ഷോർട്ട് ഇമ്പാക്ട്ഫുൾ കോട്ടുകൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ വാർത്തയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത ഏഴാമത്തത് യൂസ് സ്ട്രോങ് ട്രാൻസിഷൻസ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിൽ നിന്നും അടുത്ത സീനിലേക്ക് മാറുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുക. ഇപ്പോൾ ദേ പോയി ദാ വന്നു എന്നൊക്കെ നമ്മൾ നിങ്ങൾക്കും ആവാം കോടീശ്വരൻ എന്ന് പറയുന്ന ഭാഗത്ത് പറയാറുണ്ട്. വെൽക്കം ബാക്ക് ടു ദ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാറില്ലേ, അതൊക്കെയാണ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ നൈസായിട്ട് നമ്മുടെ ഷോയിലോട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാമിലോട്ട് അവരെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ക്ലോസ് വിത്ത് മെമ്മറബിൾ എൻഡിങ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ആളുകൾക്ക് എന്താണ് നമ്മൾ പറയുന്ന ഷോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി അതിനെ കൺക്ലൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് അവസാനിപ്പിക്കേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ, കോട്ടുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. ഇനി അവസാനമായിട്ട് പറയുന്നത് റൈറ്റിംഗ് ഫോർ ദ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന ഭാഗമാണ്. ഡിജിറ്റൽ മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ന്യൂസ് ജേർണലിസ്റ്റുകൾ ഇന്ന് വാർത്തകൾ ശേഖരിക്കുന്നതിനും വാർത്തകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ആളുകൾ ഓരോ പീപ്പിൾസും വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ മീഡിയകളിലൂടെ പെട്ടെന്ന് റീഡ് ചെയ്തുകൊണ്ട് വാർത്തകൾ വായിക്കുന്ന ടെൻഡൻസിയാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻസിലുള്ളത്. ഇനി ഒരു ഗൈഡ് ലൈൻസ് ആണ്, അതായത് ഒരു ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടിയിട്ട് വാർത്തകൾ എഴുതുമ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസുകളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത് ഗ്രാബ് അറ്റൻഷൻ ക്വിക്ലി വിത്ത് എ സ്ട്രോങ് ഹെഡ്ലൈൻസ് ആൻഡ് ലീഡ്സ്, അതായത് ഏറ്റവും പെട്ടെന്ന് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന രീതിയിലുള്ള ലീഡുകൾ, ഹെഡ്ലൈൻസുകൾ ഉപയോഗിക്കുക. ഹെഡ്ലൈൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേരള ഫ്ലഡ് ഫോഴ്സ് 1000 ടു ഇവാക്യുവേറ്റ് അഡ്മിറ്റ്സ് മൺസൂൺ ഡിലേക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് കേരളത്തിൽ ഫ്ലഡ് വന്നു, ആയിരക്കണക്കിന് ആളുകളെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന ഹെഡ്ലൈൻസ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അത് വായിച്ചു നോക്കും. അപ്പൊ അതിന്റെ ലീഡുകളും അത്രയും സ്ട്രോങ് ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ നൽകേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആണ് റൈറ്റ് കൺസൈസ്ലി ആൻഡ് ക്ലിയർലി. അതായത് 10 മുതൽ 15 വേർഡ്സിന്റെ ഉള്ളിൽ സെന്റൻസുകൾ ആക്കിയിട്ടായിരിക്കണം നമ്മൾ ഓരോ പാരഗ്രാഫുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ കൺസൈസ് ആയിട്ട് പെട്ടെന്ന് റീഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഷോർട്ടായിട്ട് വളരെ ക്ലിയർ സെന്റൻസുകൾ പാരഗ്രാഫുകളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നൽകുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് സ്ട്രക്ചർ വിത്ത് സബ് ഹെഡിങ്സ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സുകൾ. അതായത് സബ് ഹെഡിങ്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ സബ് ഹെഡിങ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ കേരള, കേരളത്തിൽ എന്താണ് നടക്കുന്നത്. അപ്പൊ ബുള്ളറ്റ് പോയിന്റ്സുകളായിട്ട് അടുത്ത ഓരോ പോയിന്റുകളായിട്ട് ഹെവി റെയിൻസ് ബിഗാൻ ഏർലി ദിസ് വീക്ക്, അത് ഈ ആഴ്ചയിൽ പെട്ടെന്ന് തന്നെ മഴ വരുന്ന. ഫ്ലഡിങ് ദ ഡിസ്പ്ലേസ്ഡ് ഓവർ 10,000 റെസിഡൻസ്, അതായത് ഫ്ലഡുകളൊക്കെ 10,000 കണക്കിന് വീടുകളിലോട്ടൊക്കെ വ്യാപിക്കുന്നു. അതുപോലെ തന്നെ എമർജൻസി സർവീസസ് ഇൻ ഹൈ ഡിമാൻഡ്, പെട്ടെന്നുള്ള സേവനങ്ങളൊക്കെ അത്യാവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ബുള്ളറ്റ് പോയിന്റുകളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാൻസുകൾ കൂടുതലാണ്. അടുത്തത് ഒപ്റ്റിമൈസ് ഫോർ SEO. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിള്, യാഹൂ തുടങ്ങിയിട്ടുള്ള ഓരോ സെർച്ച് എഞ്ചിനും നമ്മളുടെ ഓരോ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന നമ്മളെ അൽഗോരിതമാണ് എന്തെന്ന് പറയുന്നത്, SEO എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഫോർ ആൻ ആർട്ടിക്കിൾ ഓൺ ഫ്ലഡ്സ് ഇൻ കേരള, കേരളത്തിനെ കുറിച്ചോ ഫ്ലഡിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിൽ കീവേഡുകളായിട്ട് കേരള ഫ്ലഡ്, മൺസൂൺ റെയിൻസ് ഇൻ കേരള, ഇൻ ഇന്ത്യ, ഇവാക്യുവേഷൻ ഡ്യൂ ടു ഫ്ലഡിങ് എന്ന് തുടങ്ങിയുള്ള വേർഡുകൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം കേരള ഫ്ലഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആ ഗൂഗിളിൽ നമ്മൾ കാണുന്നു, വായിക്കുന്നു. ഓക്കെ, അതാണ് ഒപ്റ്റിമൈസ് ഫോർ SEO എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ വാക്കുകൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഓൺലൈൻ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണം.
ആൻഡ് അഞ്ചാമത്തതാണ് എന്തെന്ന് പറയുന്നത് യൂസ് എൻഗേജിങ് വിഷ്വൽ കണ്ടന്റ്സുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ചും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമേജുകൾ, ഫോട്ടോസ്, ഇൻഫോഗ്രാഫിക്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓൺലൈനിലൂടെ വാർത്തകളോട് കാണുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഈസിയർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, മാത്രമല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തുകൂടി നൽകുക, അതിന് ക്യാപ്ഷൻസും കൂടി നൽകുക. അടുത്തത് ആറാമത്തത് ഇൻക്ലൂഡ്സ് ലിങ്ക്സ് ടു റിലേറ്റഡ് കണ്ടന്റ്സ്. അതായത് നമ്മൾ SEO കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ലിങ്ക്സുകൾ കൊടുക്കണം. അതായത് നമ്മളിപ്പോ ഒരു ആർട്ടിക്കിൾസ് ഓൺലൈനിൽ നമ്മൾ കൊടുക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ ആർട്ടിക്കിൾസിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്കും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ വായനയ്ക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചത് ഈ ലിങ്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ മറ്റേ സൈറ്റിലേക്കുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നൽകാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾസിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിക്കിൾസ്, സോഴ്സുകൾ, റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്തത് യൂസ് ഇന്ററാക്റ്റീവ് എലമെന്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് നൽകുമ്പോൾ നമുക്ക് കമന്റ് സെക്ഷൻസ്, പോളുകൾ, ക്വിസുകൾ, മാപ്പുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എലമെന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കമന്റുകൾ കാര്യങ്ങളൊക്കെ അതിലോട്ട് രേഖപ്പെടുത്താനും നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ സാധിക്കും. അടുത്തതായിട്ട് പറയുന്നത് എൻകറേജ് എൻഗേജ്മെന്റ് ആൻഡ് ഷെയറിംഗ് എന്നുള്ളതാണ്. അതായത് ലൈക്ക്, ഷെയർ, കമന്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെയർ ബട്ടൺസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തുക. അപ്പൊ കൂടുതലായിട്ടും എന്ത് ചെയ്യാം, വിസിബിലിറ്റി കിട്ടും. കുറച്ചും കൂടി ഓഡിയൻസിന് കുറച്ചും കൂടി എൻഗേജ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്, ആളുകളുടെ ഇടയിലോട്ടൊക്കെ എത്തിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മളൊരു ഓൺലൈനായിട്ട് നമ്മളൊരു കാര്യം പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോണിലൂടെ കൂടി പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഷോർട്ടർ പാരഗ്രാഫ് കൊടുക്കുക, ലാർജർ ആയിട്ടുള്ള ഫോണ്ടുകൾ ഒഴിവാക്കുക, ഹെവി ആയിട്ടുള്ള വളരെ ക്ലാരിറ്റി കൂടിയ ഇമേജുകൾ ഒഴിവാക്കുക. അപ്പൊ ഇത്തരത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോണിനും കൂടി പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഫോക്കസ് ഓൺ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ. അടുത്തത് പത്താമത്തത് അപ്ഡേറ്റ് കണ്ടന്റ്സ് ആസ് ന്യൂസ് ഡെവലപ്സ് എന്നുള്ളതാണ്. അതായത് റിയൽ ടൈം അപ്ഡേറ്റുകൾ നടത്തുക. നമ്മൾ ഓരോ സമയത്തും നമ്മൾ അപ്ഡേറ്റ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അപ്ഡേറ്റുകൾ ഇങ്ങനെ നടത്തുമല്ലോ. ആ അപ്ഡേറ്റുകൾ ഇങ്ങനെ നടത്തുന്ന സമയത്ത് അതിനുള്ള റിയൽ ടൈമുകൾ കൊടുക്കുക. അതിന്റെ എക്സാമ്പിൾ കൊടുത്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ദിസ് ആർട്ടിക്കിൾ വാസ് ലാസ്റ്റ് അപ്ഡേറ്റഡ് അറ്റ് 3 PM IST, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളതാണ് IST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം സ്റ്റാമ്പുകൾ നൽകണം. അതായത് ഏത് സമയത്താണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. നോട്ടുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. Okay, thank you.